ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് നമ്മൾ ഫോട്ടോഷോപ്പിലും ഇല്ലുസ്ട്രേറ്ററിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് കീ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ടൂൾസിനും ഓരോ മെനുവിനും നമ്മൾ കീബോർഡ് ഷോർട്ട് കീ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ നമ്മുടേതായ രീതിക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൾട്ടിമീഡിയ രംഗത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു ചാനലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ അകത്ത് ആദ്യമായിട്ട് എങ്ങനെയാണ് ഷോർട്ട് കീ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എഡിറ്റിൻ്റെ അകത്ത് നമ്മൾ എഡിറ്റ് മെനുവിൽ നമുക്ക് താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കീബോർഡ് ഷോർട്ട് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ എടുക്കുന്ന ഓരോ മെനുവിൻ്റെ സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ അതാത് ഷോർട്ട് കീസ് കാണിക്കുന്നതാണ്. നമുക്കത് നമ്മുടേതായ രീതിക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടേതായ രീതിക്ക് ഈ ഷോർട്ട് കീ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് വളരെ ഉപകാരപ്രദമാണ്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു കമ്പനി ബേസിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥാപനത്തിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിൽ ഇല്ലുസ്ട്രേറ്ററിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കീസ് ചിലപ്പോൾ അവിടെ അതായിരിക്കത്തില്ല, അത് ഡിഫോൾട്ടായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ രണ്ടും ഡിഫോൾട്ടിൽ നമ്മുടേതായ കീ ആഡ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമുക്കിതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കീബോർഡ് ഷോർട്ട് കീ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മെനു വരും. ഫോട്ടോഷോപ്പിലാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് നമ്മൾ ആദ്യമേ മെനൂസിൽ എങ്ങനെയാണ്, അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മെനുവിലൊക്കെ ഏതൊക്കെ ഷോർട്ട് കീ ആണെന്ന് ഉള്ളത് നമുക്ക് ഓരോ മെനുവിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ന്യൂ എന്ന് പറയുന്ന കൺട്രോൾ N, ഓപ്പൺ Ctrl+O. അപ്പോൾ ഓരോ മെനുവിൻ്റെ ഷോർട്ട് കീസ് അതാത് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഷോർട്ട് കീസ് ഇല്ലാത്ത ഒരു സാധനത്തിനാണെങ്കിൽ നമുക്ക് ഓരോന്നിനും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഷോർട്ട് കീ അവിടെ എൻ്റർ ചെയ്തിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അവിടെ വരുന്നതാണ്. നമുക്ക് ഓൾറെഡി ഇപ്പോൾ മെനുവിനാണ്. ഇപ്പോൾ നമുക്ക് ടൂൾസിൻ്റെ നമുക്ക് നോക്കാം. ടൂൾസിന് ഓൾറെഡി എല്ലാത്തിനും ഓരോ ഷോർട്ട് കീസ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ടൂൾസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷോർട്ട് കീസ് ഇവിടെ കൊടുക്കാവുന്നതാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മറ്റെവിടെയെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് ചെന്ന് ആ ഒരു സിസ്റ്റം ഉപയോഗിക്കുമ്പോൾ അത് ഡിഫോൾട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങളുടെ കീ അവിടെ വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ എഡിറ്റിൻ്റെ അകത്ത് കീബോർഡ് ഷോർട്ട് കീ ഏതാ കിടക്കുന്നതെന്നുള്ളതൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു കീ ഏതാണെന്നുള്ളത് മാറ്റുകയോ അല്ലെങ്കിൽ ആ കിടക്കുന്ന കീയിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ ഓരോ ടൂളിൽ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ഇല്ലുസ്ട്രേറ്ററിൻ്റെ അകത്തും നമുക്ക് എഡിറ്റിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കീബോർഡ് ഷോർട്ട് കീ എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. കീബോർഡ് ഷോർട്ട് കീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഓരോ മെനുവിനും ഓരോ സാധനത്തിനും നമുക്ക് കീബോർഡ് ഷോർട്ട് കീ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ ഒരു ടൂളിൻ്റെ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമുക്ക് ഓരോ സിമ്പിളും അല്ലെങ്കിൽ ഷോർട്ട് കീ ഏതാ വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഏതെങ്കിലും ഷോർട്ട് കീ ഏതെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ നമ്മൾ നോക്കാനായിട്ട് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലെറ്റർ ഏതിനൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് നമുക്കവിടെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തതാണെങ്കിൽ നമുക്കത്, അല്ലാതെ മറ്റേതെങ്കിലും വേണമെങ്കിൽ അവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ഒരു കീ കൊടുക്കാനായിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം അത് നേരത്തെ കൊടുത്തിട്ടുള്ളതാണോ എന്ന്. അപ്പോൾ നമുക്ക് കൊടുത്തിട്ടുള്ളതല്ലെങ്കിൽ അത് സെർച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷോർട്ട് കീ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മെനുവിനും ഇതുപോലെ തന്നെയാണ്, നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. കീബോർഡ് ഷോർട്ട് കീ ഉപയോഗിക്കുമ്പോൾ കഴിവതും നമ്മൾ ഡിഫോൾട്ടിൽ തന്നെ പഠിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം നമ്മൾ മറ്റ് സിസ്റ്റമൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് മാറിപ്പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ കഴിവതും ഡിഫോൾട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഏതൊക്കെയാണ് കിടക്കുന്നതെന്നുള്ളത്. ഈ ഒരു ഷോർട്ട് കീ നമുക്ക് മാക്കിൽ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഷോർട്ട് കീ മാറ്റി കൊടുക്കാവുന്നതാണ്. പക്ഷേ മാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ച് സാധാരണ വിൻഡോസിലോട്ട് വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഇതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഡിഫോൾട്ടായിട്ടുള്ളത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ ഉപയോഗിക്കാത്ത, അതായത് മെനുസിനോ അല്ലെങ്കിൽ കീസിനോ ഒന്നും ലെറ്റർ കൊടുക്കാത്ത അല്ലെങ്കിൽ ഷോർട്ട് കീ ഇല്ലാത്തതിന് നിങ്ങൾ നിങ്ങളുടേതായ ഇത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൂൾസ് അനുസരിച്ച് നിങ്ങളുടെ ഷോർട്ട് കീ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് കീബോർഡ് ഷോർട്ട് കീ നിങ്ങൾക്ക് നോക്കി പഠിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട കീ കൊടുക്കാനും ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തുടർന്ന് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. പുതിയ ഒരു വീഡിയോയുമായി വരുന്നവരെ ബൈ.